എനിക്ക് പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല. എന്നാലും ഞാൻ ആക്ച്വലി ഐ കീപ് ഫോളോയിങ് ഫേസ്ബുക്ക്. യു ആർ മൈ ഫേസ്ബുക്ക് ഫ്രണ്ട് ലോങ് ടൈം ബാക്ക്. 2018 ഐ എം ബിഗ് ബോസ്. അന്ന് ഞാൻ നിങ്ങളുടെ ഒരു പോസ്റ്റ് കാണാനിടയായി. പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 2018 ഡിസംബർ 16 ലക്ഷ്മി ഹരികൃഷ്ണൻ, അത് മറ്റാരും അല്ല, നമ്മുടെ ലക്ഷ്മി തന്നെ. ലക്ഷ്മിയുടെ ഒരു പോസ്റ്റ് ആണ്. അതായത് ഈ പറയുന്ന LGBTQ സംബന്ധമായിട്ടുള്ള കാര്യം അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തിടുന്നതാണ്. കാരണം ലക്ഷ്മി ആ പോസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് ഒരുപാട് പോസിറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ അത് വന്നിട്ടുണ്ടായത്. ഓക്കെ, ലക്ഷ്മി അതിന് ഭയങ്കര സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് വേറെ രീതി പോകുന്നു. അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞുതരാം. ഈ പറയുന്ന അഭിഷേക് വന്നതിന് ശേഷമാണ് മാറ്റം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അഭിഷേക് പറയുന്നത് അങ്ങോട്ട് സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അഭിഷേക് പറയുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ടാസ്കിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ അക്ബറും ഈ പറയുന്ന ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് ഇവൾമാരെ ഒന്നും എന്റെ ഒന്നും വീട്ടിൽ കയറ്റത്തില്ല, നിന്റെ വീട്ടിലും കയറ്റത്തില്ല എന്നുള്ള സംസാരം വരുമൊക്കെ ചെയ്തത് വലിയ വിഷയമാവുന്നത്. ഓക്കെ, ലാലേട്ടൻ വന്ന് പൊരിപ്പിച്ച് വിട്ടു. അതിന്റെ കാരണങ്ങൾ സഹിതം അറിയാലോ. ഈ അടുത്ത 3 ദിവസം മുമ്പ് ഭയങ്കര വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിലാണ്. ആ ലക്ഷ്മി പെട്ടെന്ന് കയറിയ ഗ്രാഫ് കയറി പോയിക്കൊണ്ടിരിക്കുക. കാരണം നിലപാട് ഉറച്ചു നിന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. പുറത്തെ നിലപാട് വേറെ, അകത്തെ നിലപാട് വേറെ. അവർക്കറിയാം എങ്ങനെ കൊള്ളയ്ക്കേണ്ടടുത്ത് കൊള്ളിക്കാം എന്നുള്ള രീതി അവർക്ക് നല്ല രീതി അറിയാം. എന്തായാലും ഈ LGBTQവിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഘം ആൾക്കാരുണ്ട് പുറത്ത്, ഒരു കൂട്ടം ആൾക്കാർ. അവരുടെ പ്രീതി പിടിച്ചു വിട്ടാൽ അവൾ നല്ല രീതി കളിച്ചു എന്ന് തന്നെ ഞാൻ പറയാം. റിയാസ് വന്ന് കയറിയപ്പോൾ കിടക്കുന്നു പണി പാലും വളർത്തി കിട്ടുകയും ചെയ്തു. പുള്ളി അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷേ റിയാസ് വന്നു കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ഉണ്ടായി. എന്നിട്ട് പുള്ളി വേറെ കോണ്ടന്റും കാര്യങ്ങളും വിഷയങ്ങളുമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. നമ്മുടെ ഷിയാസ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പുറത്ത് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അകത്ത് എന്താ, ഇത് 2 മുഖമാണ് ഈ സ്ത്രീയുടെ. ഈ സ്ത്രീ ഒരിക്കലും നമ്പാൻ പറ്റത്തില്ല. എഴുതി ഞാൻ ഒപ്പിട്ട് തരാം, ലക്ഷ്മി ഒരിക്കലും നമ്പാൻ പറ്റില്ല. ഒരിക്കലും നമ്പാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ലക്ഷ്മിയുടെ. പറഞ്ഞു മനസ്സിലായി. അവർക്ക് എങ്ങനെ കൊടുക്കാം ഒരു ആവശ്യമില്ലാതാണ് ആദില നൂറയുടെ വിഷയം എടുത്തിട്ടത്. പിന്നെ ലാലേട്ടൻ വന്ന് പൊരിപ്പിച്ചു വിട്ടു. ഇപ്പൊ കിടക്കുന്നത് പഴയ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് അവരുടെ നിന്ന് പോകാൻ അവർ പല പരിപാടിയും നോക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഒനീൽ വിഷൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. 50 മീറ്റർ മാറി നിൽക്കണം, അങ്ങനെയാണ് മറ്റേ കുലസ്ത്രീ. എന്റെ പൊന്നോ മോളെ. ഓക്കെ, എന്തായാലും ഷിയാസ് കരീമിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചിരുന്നു, കണ്ടു നോക്ക്. എനിക്ക് പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല. എന്നാലും ഞാൻ ആക്ച്വലി ഐ കീപ് ഫോളോയിങ് ഫേസ്ബുക്ക്. യു ആർ മൈ ഫേസ്ബുക്ക് ഫ്രണ്ട് ലോങ് ടൈം ബാക്ക്. 2018 ഐ എം ബിഗ് ബോസ്. അന്ന് ഞാൻ നിങ്ങളുടെ ഒരു പോസ്റ്റ് കാണാനിടയായി. നിങ്ങൾ ഓർമ്മ, നിങ്ങൾ നാട്ടിലിറങ്ങിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞ ലെസ്ബിയൻ കമ്മ്യൂണിറ്റീസ് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് നിങ്ങളുടെ ഇതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളത് നോക്കണം, നിങ്ങളത് വായിക്കണം. അപ്പോൾ ഒരിക്കലും നിങ്ങളത് പറയില്ലായിരുന്നു. against ആണോ സപ്പോർട്ട് ആണോ? ഐ ആം ജസ്റ്റ് അഗൈൻസ്റ്റ് നോർമലൈസിംഗ്. സപ്പോർട്ടർ ആണോ അഗൈൻസ്റ്റ് ആണോ എന്നുള്ളതല്ല. യാ ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഷിയാസ് ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ചോദിച്ച ചോദ്യം കണ്ടില്ലേ? ഇവർക്ക് പോലും ഒരു നിലപാടില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഉള്ള കാര്യം തുറന്നു പറയാലോ, ജനങ്ങളെ അവർ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഒരു ലേഡി ഒന്നെങ്കിൽ ബിഗ് ബോസിന്റെ നല്ല സപ്പോർട്ട് കാണണം. അത്ര ഹേറ്റുള്ള ലക്ഷ്മി പോയില്ല. ഇപ്പൊ ലക്ഷ്മിയുടെ ഗ്രാഫ് തന്നെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നല്ല രീതി ഈ ആഴ്ച പോകേണ്ട ഒരാളാണ് സത്യം പറഞ്ഞാൽ റിയാസ് കാരണം കയറി വരുന്നത്. എനിക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ അടിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും രേഖപ്പെടുത്തണേ. കറക്റ്റ് അഭിപ്രായം പറയണം. എങ്ങനെയായാലും അവർ പിടിച്ചേക്കാൻ പല പണിയും നോക്കുന്നുണ്ട്. ഓക്കെ, ബൈ, ലവ് യു ഓൾ.